ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ വീട്ടിലെ ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഈ ചെടികളൊക്കെ കാണിച്ചു തന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മൾ ഈ മതിലിൻ്റെ മുകളിലൊക്കെ ബോഗൻവില്ലയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതെല്ലാം വീട് താമസത്തിൻ്റെ സമയത്ത് പല പല കളറായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല പൂത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് ഉയരുള്ള പോലത്തെ ഒരു ചെടിയാണ്. പേരെന്താ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വേറെ കുറച്ച് ഇതൊക്കെ ഒരു വെള്ള വൈറ്റ് അങ്ങനെ പൂവുണ്ടാകുന്ന പോലത്തെയാണ്. പിന്നെ കുറച്ച് വാഴകൾ പോലെയൊക്കെ ഉള്ളത്, ഇതിനെന്താ പറയാന്നറിയില്ല ചെടീൻ്റെ. പിന്നെ അവിടെ ഇഞ്ചിയാണ് ഇട്ടുള്ളത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ചെടികൾ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറച്ച് ചെടികൾ തെച്ചി പല പല കളറിൽ തെച്ചി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ട അങ്ങനത്തെ മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഈ കഴിഞ്ഞ ദിവസം മേടിച്ചതായിരുന്നു ഈ ചെടികളൊക്കെ. പിന്നെ നന്ദ്യാർവട്ടം, ചെറിയ വൈറ്റ് പൂവുള്ള നന്ദ്യാർവട്ടം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. പിന്നെ കറ്റാർവാഴ, പിന്നെ കുറച്ച് ഇലകൾ പോലത്തെ ചെടികൾ. അതൊക്കെ ആദ്യം അപ്പുറ സൈഡിലായിരുന്നു കേട്ടോ. നമ്മൾ ആ ബോഗൻവില്ലേൻ്റെ ആ മതിലിൻ്റെ മുകളിലൊക്കെ അത് മഴയൊക്കെ പെയ്തപ്പം ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ കിണറിന് ചുറ്റും നമ്മൾ വെച്ചിപ്പം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഈ ബോഗൻവില്ലയൊക്കെ ഇല്ല, മതിലിന് മുകളിലിരിക്കുന്ന ബോഗൻവില്ലയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ വീണിട്ട് ഭയങ്കരമായിട്ട് ചീത്തയായി തുടങ്ങി കേട്ടോ. അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ കിണറിൻ്റെ ആ സൈഡിൽ ആ ഭാഗത്തേക്കൊക്കെ എടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് പുല്ലൊക്കെ വളർന്നതും അതുപോലെ കുറച്ച് ഉണങ്ങി പോലെ ഇരിക്കുന്നതൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് നമുക്കെല്ലാം എടുത്ത് വെക്കാം. അപ്പം ഞാൻ മതിലിൻ്റെ മുകളിൽ നിന്ന് ഇതെല്ലാം എടുത്ത് താഴേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ച് വെട്ടകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ശരിയാക്കി എടുക്കാം. ഇനി അതിനിടയിൽ കുറച്ച് ഒരു പാത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മണ്ണായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെടികളെല്ലാം ആ പാത്രങ്ങളടിയിൽ വെച്ച് കൊടുത്തിട്ട് കിണറിൻ്റെ അവിടെ ആ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ പാത്രങ്ങളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെടികളെല്ലാം എടുത്ത് അവിടെ നന്നായിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. വെയിലൊക്കെ ഉള്ള സ്ഥലത്തും ഒക്കെ നോക്കി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വെയിലും കൊടുന്നില്ല. പിന്നെ മഴ പെയ്യുമ്പം ഭയങ്കരമായിട്ട് വെള്ളം വീണിട്ട് അതിനകത്ത് മണ്ണെല്ലാം പോകുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വെള്ളം വീഴുന്നതുകൊണ്ടാണെന്നറിയില്ല ചിലതൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം എടുത്ത് നമുക്ക് അപ്പുറ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാനെല്ലാം കട്ട് ചെയ്തൊക്കെ കൊടുത്തു. ഇനി സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ചെടികളൊക്കെ കുറേ പൈസ എടുത്ത് മേടിച്ചതല്ലേ. അപ്പം നമ്മളിവിടെ അടുത്ത് തന്നെ നേഴ്സറി ഉണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഈ ചെടികൾ, മെയിൻ റോഡിൽ ഒരു നേഴ്സറി ഉണ്ട്. അവിടെ നിന്നാണ് ഈ ചെടികളെല്ലാം നമ്മൾ മേടിച്ചത്. കൂടുതലും മുറ്റത്ത് വെച്ചിരിക്കുന്ന ചെടികളൊക്കെ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. പല പല ചെടികൾ പല പല മോഡൽ ചെടികളാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ആ കിണറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അവിടെ സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാം നിരത്തി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ എൻ്റെ പാത്രങ്ങളെല്ലാം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെടികളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ വെയിലും പിന്നെ മഴ പെയ്യുമ്പം ചെറുതായിട്ട് വെള്ളമൊക്കെ വീണത് നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ. ചെടികളാകുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കെയർ ചെയ്ത് കൊടുത്താലേ അത് നല്ല രീതിയിലൊക്കെ വളർന്ന് പൂവൊക്കെ ഇട്ട് നല്ല രീതിയിലായി വരുള്ളൂ. ഇപ്പം ഞാൻ പൂവൊക്കെ എല്ലാം പോയതുകൊണ്ട് ആണ് വെട്ടാളത് വെട്ടിയും പിന്നെ പുല്ലുമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനകത്തുള്ള പുല്ലുകളെല്ലാം പറിച്ച് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോഴാണ് അത് നല്ല നമ്മൾ സ്നേഹമൊക്കെ കൊടുത്ത് പരിപാലിച്ച് കഴിയുമ്പം നല്ല പൂവൊക്കെ ഇട്ട് സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പം ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ. അപ്പം ഇനി ഈ വീഡിയോ അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചെടിയുടെ അറേഞ്ച്മെൻറ്റ്സും ചെടിയൊക്കെ കട്ട് ചെയ്യലും എടുത്ത് വെക്കലും എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്ന ദിവസം കാണാം. ബൈ.